ഇതാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വി കുഞ്ഞികൃഷ്ണൻ മുൻ CPM നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ചെലവ് കണക്കിൽ ഉൾപ്പെടേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ സംഖ്യ അതിൽ വന്നതോ അതിൽ നിന്ന് പിൻവലിച്ചു പോയതോ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതുമാത്രമല്ല, അതിൽ അവരവതരിപ്പിച്ച കണക്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 34,4 ലക്ഷം ചെലവായി എന്നാണ്. അതെല്ലാം ചെക്കാണ്. അതിൽ 29,4 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും ഈ 5 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. ആ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പോയ സംഖ്യ ഏരിയ സെക്രട്ടറി പിൻവലിച്ചു പോയിട്ടുണ്ട്. അത് ഒരു വ്യക്തിക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ടാണ്. ആ വിഡ്രോവൽ പാർട്ടി അക്കൗണ്ടിൽ കണക്കിൽ വന്നിട്ടില്ല. അപ്പം അതിനാണ് അവർ വിശദീകരണം നൽകേണ്ടത്. ആ നിലയിലൊരു വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇന്നൊരു പുതിയ കാര്യം കൂടി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് 2 ബ്രാഞ്ചുകളിൽ സ്ഥിര നിക്ഷേപമാക്കി മാറ്റി. 5 ലക്ഷത്തിൻ്റെ 8 നിക്ഷേപം, 8×5 40. അതിൽ 35 ലക്ഷം രൂപ 25 ലക്ഷം രൂപ അതിൻ്റെ കാലാവധിക്ക് ധനരാജ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റി. 15 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. ഈ 15 ലക്ഷം രൂപ പിൻവലിച്ചു പോയിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിയുടെ കണക്കിൽ അത് വന്നിട്ടില്ല. ഈ 40 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപയുടെ പലിശ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. ധനരാജ് അക്കൗണ്ടിൽ നിന്ന് സ്ഥിര നിക്ഷേപമാക്കി മാറ്റുക, ആ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ ഏരിയ സെക്രട്ടറിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് മാറ്റുക, ആ നിലയിലുള്ള സമീപനവും ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ബഹുജനങ്ങളുടെ മുമ്പിൽ ഇത്രയും ഡീറ്റെയിലായി കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 2 ലക്ഷം രൂപ ചെലവെഴുതിയിരുന്നു. ചെക്ക് മുഖേനയാണ്. ആ 2 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയിലെല്ലാം ധനാപഹരണം നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ നിലപാടുകളെല്ലാം നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രമുള്ള കാര്യം അല്ല. മൊത്തത്തിൽ ഏതാണ്ട് 1 കോടി രൂപയുടെ, അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒഴികെ, ഈ ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടും മാത്രം ചേർന്ന് ഏതാണ്ട് 1 കോടി രൂപക്കടുത്ത് വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ പാർട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ കണക്കുകളുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായി റെസീറ്റ് തിരിച്ചു വന്നിട്ടില്ല. ആ റെസീറ്റ് തിരിച്ചു വന്നാൽ മാത്രമേ എത്ര ലക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപഹരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇന്നേ വരെ റെസീറ്റ് ഓഡിറ്റിന് ഹാജരാക്കുകയോ പാർട്ടിയുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 ഇനങ്ങളിൽ മാത്രം ഏതാണ്ട് 1 കോടിക്കടുത്ത് അപഹരണം നടന്നിട്ടുണ്ട് എന്നതാണ് നേരത്തെ പാർട്ടിയുടെ മുമ്പിൽ തന്നെ ഞാൻ അവതരിപ്പിച്ച കണക്ക്. അതിലൊന്നും ഒരർത്ഥമില്ല. 2016 നോട്ട് നിരോധനം. 2019, 2020 കാലത്താണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ കൃത്യമായ തീയതി ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്.
ഏതൊക്കെ തീയതി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ നോട്ട് നിരോധനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട്. അത് ഓരോ കാലത്തും വരുന്ന ഏരിയ സെക്രട്ടറിമാരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിക്ഷേപിച്ച സംഖ്യ ചെലവിലും അതിൽ നിന്ന് പിൻവലിക്കുന്ന സംഖ്യ ഏരിയ കമ്മിറ്റിയുടെ വരവിലും വരേണ്ടതാണ്. അപ്പോൾ ഈ പണമൊന്നും ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ല, നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ പുറത്തു വിട്ടിട്ടില്ല. അതിപ്പോൾ പുറത്തു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഡീറ്റെയിൽസ് പുറത്തു വിടാനുണ്ട്. അത് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ പുറത്തു വിടും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പോരാട്ടം തുടരുക. പോരാട്ടത്തിനല്ലേ ഞാനിപ്പോൾ തയ്യാറായിരിക്കുന്നത്. വിടും. അല്ല, അതൊക്കെ വരട്ടെ. അതിലൊന്നും ഒരർത്ഥമില്ല. കാരണം CPM 4 MP-മാരുണ്ട്. അതിൽ 3 പേരും ജയിച്ച് MP-മാരായി തുടരുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. തമിഴ്നാട്ടിലെ 2 MP-മാരും രാജസ്ഥാനിലെ ഒരു MP-യും കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് MP-മാരായി തുടരുന്നത്. അപ്പോൾ CPM അത് പറ്റും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്നെ പിന്തുണക്കാൻ തയ്യാറാകുന്നവരുടെ വോട്ട് വാങ്ങിക്കൂടാ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വല്ലാതെ വേവിലാതി പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. വിജയിച്ചു വരാൻ പറഞ്ഞു, ആശംസിച്ചു, ഇത്രയേ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബിജീഷ് ഗോവിന്ദൻ